കളറാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളുണ്ടാക്കിയ അരപ്പും ചക്ക എല്ലാം കൂടെ വന്ന് ഇനിയിപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ. എനിക്ക് സാധനം നോക്കി കുഴഞ്ഞു മറിഞ്ഞ് ചക്കയും ചാളക്കറി കോമ്പിനേഷൻ. നല്ല അടിപൊളി അരപ്പാ നമ്മളുണ്ടാക്കി അല്ലേ? ചക്ക വേവിച്ചപ്പോ അതിനകത്ത് ചുമ്മാ കോരിക്കൊണ്ട് പോണു. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചക്കപ്പുഴുക്കുണ്ടാക്കലാണോ. അതിനായിട്ടൊരു അടിപൊളി ഒരു വലിയൊരു ചക്ക ഞാൻ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. നല്ല വെയിറ്റ് ആണോ, ഏകദേശം ഒരു 10-15 കൂടുതൽ കിട്ടോ. അപ്പൊ ഇത് നമുക്ക് ഇന്ന് വെട്ടി നല്ല അടിപൊളി ഒരു ചക്കപ്പുഴുക്കുണ്ടാക്കാം. നല്ലപോലെ മൂത്തോണം. ഈ ചക്ക ഒന്ന് മുറിച്ചെടുക്കാം കേട്ടോ. കത്തി എടുത്തിട്ടൊന്ന് ഫുള്ള് നോക്കി ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കാം. യെസ്, നല്ലപോലെ മൂത്തട്ടോ. ഇതാണ് എൻ്റെ ചോള വരുന്നത്. മൂത്തല്ലേ ഇത്? നമ്മളങ്ങനെ ഈ കൊല്ലത്തെ ലാസ്റ്റ് ചക്ക വെച്ചു. ഇനി ഇരുന്നോ? നമുക്ക് ആദ്യമായിട്ടായിട്ട് ഇത്ര വലിയ ചക്ക കിട്ടിയത്. ചക്കപ്പുഴുക്കും മീൻകറി, ചക്കപ്പുഴുക്ക് ചിക്കൻ ഒരു വികാരം അല്ലേ? ആശാന ഏറ്റവും ഇഷ്ടം ചക്കപ്പുഴുക്കിന്റെ കൂടെ കോമ്പിനേഷൻ മുളകാ. മുളക് പൊട്ടിച്ചതാ. ഈ ഒരു രീതിയിലാണ് നമ്മളിവിടെ പുഴുങ്ങാനായിട്ട് അരിയുന്നത്. ചിലര് വലുതാക്കി ചിലര് ചെറുതാക്കി. ചക്കപ്പുഴുക്കിന്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി ചാളക്കറി ഉണ്ടാക്കി. നല്ല നെയ്ച്ചാളയാണ്. കാണാൻ നല്ല മുട്ട ഉണ്ടായിരുന്നോ. മുട്ടയും ചാള എല്ലാം കൂടെ ഇട്ട് കറി വെച്ചിരുന്നാണ് ചക്കയുടെ കൂടെ കഴിക്കുന്നത്. അങ്കമാടിയിലായിരുന്നു ഫുഡ്. ചോറും കറിയായിരുന്നു. സാമ്പാറോ ഇഷ്ടപ്പെട്ടോ? ഇത് നല്ല സുഖമുണ്ട് കേട്ടോ ചേട്ടാ അരിയാനൊക്കെ. നല്ല കയ്യാരക്കും അപ്പൊ നമ്മള് ചക്ക അരിഞ്ഞെടുത്താട്ടോ ഇത്. അപ്പൊ ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കിപ്പൊ ഒരു തവണ പുഴുങ്ങാനായിട്ട് ഇത്ര ചക്ക മതി കേട്ടോ. നോക്കി അരിഞ്ഞിട്ടുണ്ട്. നോക്കി ഇത്രയും ഇങ്ങനെ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കണത്. ഇതിപ്പോ പുഴുങ്ങി ആവിയൊക്കെ കയറുമ്പോഴത്തേനും ശരിക്കും കുറയും കേട്ടോ. എന്റെ ക്വാണ്ടിറ്റി കുറയും. നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. അടിപൊളി അരപ്പൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചക്ക പുഴുങ്ങുന്നത്. അത് നിറച്ചുണ്ട് കേട്ടോ. ഇത്ര മതി. ഇത് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കാം അല്ലെ ഇത് അടി പിടിക്കും. ഒരുപാട് വെള്ളം വേണ്ട. ചക്കയെന്നൊക്കെ വെള്ളം ഇറങ്ങുണ്ടോ. 2 ഇതള് കറിവേപ്പിലയും കൂടെ ഇടാം. ഒരു 2 സ്പൂണ് ഉപ്പിടാം കേട്ടോ. മഞ്ഞപ്പൊടിയും കൂടെ ഇടാം. നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. 10 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വേകുന്ന സമയത്ത് നമുക്ക് ഇത് വെന്ത് കഴിയുമ്പോൾ ഞാൻ ചേർക്കാനുള്ള നല്ല കിട്ടില്ല അരപ്പുണ്ടാക്കാം കേട്ടോ. പരപ്പിനകത്താണ് ടേസ്റ്റ് ഇരിക്കുന്നത്. പരപ്പുണ്ടാക്കാനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. ചിരണ്ടിയതോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഇങ്ങനെ അടിച്ച് പീരയാക്കി ഇങ്ങനെ എടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 മുളക് കേട്ടോ. ആവശ്യത്തിനുള്ള എരിവ് അനുസരിച്ച് മുളക് അടിക്കാം. ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി കേട്ടോ. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. നല്ല നാടൻ കറിവേപ്പില വേണം കേട്ടോ. അതിന്റെ ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഇങ്ങനെ കിട്ടണം. അപ്പൊ അത് ഞാനൊരു 3-4 കഥകളും ഇടുന്നുണ്ട്. 2-3 കഷ്ണം വെളുത്തുള്ളി കേട്ടോ. ഇതും കൂടി ഇടാം. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെറുജീരകം ഇടാം കേട്ടോ. ജീരകമാണ് നല്ല ജീരകം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഉപ്പ് നമ്മൾ ഓൾറെഡി വേവിക്കാൻ വെച്ചപ്പോൾ ഇട്ടതാണ്. പിന്നെ അത് ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇടാം. ഈ മഞ്ഞപ്പൊടി നമ്മൾ വേവിക്കാൻ നേരത്തെ ഇട്ടതാണ്. അപ്പൊ അത് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാം നല്ലപോലെ നരഞ്ഞു വരാനായിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നല്ല സെറ്റപ്പായിട്ട് എടുക്കാം. അപ്പൊ അതെ അരച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അരച്ച പേസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ. ജസ്റ്റ് ഒരു 2 കറക്കം കറങ്ങിയാൽ മതി. ഈ ഒരു രീതിയിൽ ഇങ്ങനെ അരഞ്ഞു വന്നാൽ മതി കേട്ടോ. അതായത് ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെ ഒത്തിരി അരഞ്ഞ് നമുക്ക് പേസ്റ്റ് ഒന്നും വേണ്ട കേട്ടോ. ഇതിപ്പോ കറക്റ്റ് ആണ്. ഓക്കെ. നല്ല മണം. ഇതിപ്പോ ഓൾറെഡി ഒരു ചമ്മന്തി ആയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി സാമ്പാർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നോക്കി ഇവിടെ നോക്കണേ.
അത് നമുക്ക് ചക്കപ്പുഴുക്കിന് കട്ടൻ ചായ ഉണ്ടാക്കിയല്ലോ. കട്ടൻ ചായയോ? അപ്പൊ നമ്മൾ ഈ ചക്ക വേഗം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കേട്ടോ. ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നോക്കി നമ്മളത് ഇട്ടപ്പം ഫുള്ള് നിറച്ചുണ്ടായിരുന്നല്ലോ, ഒരു 3/4 ഭാഗത്തേക്ക് മാറിയിട്ടുണ്ട്. ഒരു 20% കുറഞ്ഞിട്ടോ. ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് 5 മിനിറ്റ് കൊണ്ട് നമുക്കൊന്ന് മൂടി വെച്ച് കഴിക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ ചക്ക വേഗം തുടങ്ങിയിട്ട് ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടോ. ഏകദേശം കുഴഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തത് ഇങ്ങനെ ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ലപോലെ വെന്തിട്ടുണ്ട് സാധനം. വെള്ളം നമ്മൾ ഒത്തിരി ഒഴിച്ചിട്ടില്ലായിരുന്നു. ഈ ഒരു രീതിയിലാണ് വെന്തിപ്പോ വന്നേക്കുന്നത്. ഇപ്പൊ നമ്മൾ അരപ്പ് ചേർത്തിട്ടില്ലോ. അരപ്പ് ചേർക്കാതെ തന്നെ ഇങ്ങനെ കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനതൊക്കെ ഓരോ ചക്കക്കുരു ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഉണ്ടാക്കി അരപ്പ് ചെയ്തിങ്ങനെ. പക്ഷെ ഈ അരപ്പ് നമുക്ക് ഈ ചക്കത്തേക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ അരപ്പ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് നല്ല നാടൻ കറുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചതാണ്, എന്നാലും അരക്കാത്ത കുറച്ച് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. അരപ്പും ഇതെല്ലാം കണ്ടോ, ആ ഒരു തിക്നെസ്സും ആ ഒരു കൺസിസ്റ്റൻസി നോക്കി കുഴഞ്ഞ് ഒത്തിരി വെള്ളമായിട്ടില്ല, എന്നാൽ വെള്ളം കുറഞ്ഞിട്ടും ഇല്ല കേട്ടോ. ഇപ്പോൾ കിട്ടുന്ന മണം കേട്ടോ. എന്നാ ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി. നമ്മൾ ഉണ്ടാക്കിയ അരപ്പ് അടിപൊളി കേട്ടോ. നല്ല ചൂടാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ അരപ്പും ചക്ക എല്ലാം കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടോ. എനിക്ക് അത് എനിക്ക് നോക്കി കുഴഞ്ഞു മറിഞ്ഞു. ഇത് ഓഫ് ചെയ്യാൻ പോകും. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഇത് ഇനി കഴിക്കാനുള്ള പരിപാടി. ചക്ക നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. വാഴയിലേക്ക് ആക്കുക. ചക്കയും ചക്കക്കുരു ഒക്കെ ഇട്ടിട്ടാണ്. കളറാട്ടോ. മത്തിയും ചക്കയും. സ്പൂണിനകത്ത് ചൂട് കാരണം സ്പൂൺ എടുത്തിട്ടോ. അടിപൊളിയാ. ഇത് നല്ല നെയ്ച്ചാള ആയതുകൊണ്ട് ടേസ്റ്റ് ഉണ്ട്. അടിപൊളി. ചക്കയും ചാളക്കറി കോമ്പിനേഷൻ. അല്ല ചക്കപ്പുഴുക്ക് കഴിക്കും. മുള്ള ചക്കപ്പുഴുക്ക് കഴിച്ചു നോക്കി. സൂപ്പറാണോ? അങ്ങനെയുണ്ട്. സൂപ്പർ, അടിപൊളി. കുറച്ച് ചമ്മന്തിയും കൂടെ ഉണ്ടായിരുന്നില്ലേ? നല്ല അടിപൊളി അരപ്പാ നമ്മൾ ഉണ്ടാക്കി അല്ലേ? നമുക്ക് വേണോ? നമ്മൾ ചക്ക വേവിച്ചപ്പോ അതിനകത്ത് ചുമ്മാ കോരിക്കൊണ്ട് പോണു. മതി 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 മതി. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക.